അയ്യപ്പേട്ടാ, KV തോമസ് മാഷിന്റെ ഡൽഹി കസേര തെറിക്കാനുള്ള സകല സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി വഹിച്ച നിർണായകമായ പങ്കിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അവസാനം എത്തുമ്പോൾ ഒരു 2 വരി ഒന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് പിണറായിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പിണറായി ആണെങ്കിൽ ഇത് എൻ്റെ സ്വന്തം കുഞ്ഞാണ്, ഇതിൻ്റെ അവകാശം ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞ് എന്താ പറയുക, അത്രയും ആവേശത്തോടുകൂടി നെഞ്ചത്തടിച്ചു പറയുകയാണ്. അപ്പോൾ ആ ഒരു വീര്യമൊക്കെ പാർട്ടിയും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. പറഞ്ഞു വന്നപ്പോൾ വിഴിഞ്ഞത്തിന് പറഞ്ഞു വന്നപ്പോൾ കേന്ദ്രത്തിന് ഇതിലൊരു പങ്കുമില്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം ഇടപെട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിയത് എന്നുള്ള മട്ടിലാണ് ഇതുവരെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആൾക്കാർ വിശ്വസിച്ചോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ എന്തായാലും അതിനിടയിലാണ് ഡൽഹിയിൽ കസേരയിട്ട് ഇരുത്തി ഓണറേറിയവും എല്ലാ അലവൻസും എല്ലാം കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് അവിടെ അവരോധിച്ചിട്ടുള്ള തോമസ് മാഷിൻ്റെ ഈ എന്താ പറയുക ശവത്തെ കുത്തൽ. എന്താണ് തോമസ് മാഷിൻ്റെ കസേര തെറിക്കൂ? ആ ചോദ്യത്തിന് ഇപ്പൊ അവസാനം ചോദിച്ച ചോദ്യത്തിന് ഉത്തരവേ ഉള്ളൂ, കസേര ഒന്നും തെറിക്കില്ല. അതെന്താ? അത് തെറിക്കില്ല. അതിനകത്ത് എല്ലാ അർത്ഥമുണ്ട്. അങ്ങനെ അങ്ങ് കസേര തുമ്മിയാ തെറിക്കുന്ന രീതിയിലല്ല തോമസ് മാഷിന് പിണറായി വിജയൻ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഞാനും നിങ്ങളും കാണാൻ വേണ്ടിയുള്ള ഒരു നമ്പറാണ്. ഏതാണ്ട് പറയുമല്ലോ, ഇതൊക്കെ അപ്പാപ്പന്റെ ഒരു നമ്പറാ മക്കളെ എന്ന് പറയുമല്ലോ. അതുപോലെ അപ്പാപ്പന്റെ ഒരു നമ്പർ മാത്രമാണ് ഇതൊക്കെ. പിണറായി അപ്പാപ്പന്റെ ഒരു നമ്പറാണ്. കാര്യം ഇതിനകത്ത് പിണറായി അപ്പാപ്പൻ പോലും സമ്മതിച്ചിട്ടുള്ളതാണ് ഉമ്മൻചാണ്ടി എന്ന ഭരണകർത്താവിനെ കുറിച്ച്. ഒരല്പം ഫ്ലാഷ് ബാക്ക് പറയുകയാണെങ്കിൽ, ആദ്യത്തെ ഭരണം പിണറായി വിജയന്റെ ആദ്യത്തെ സർക്കാർ വരുമ്പോൾ ഞാനും നിങ്ങളും അടങ്ങുന്ന പൊതുസമൂഹം മൂക്കത്ത് വിരളിച്ചു പോയ ഒരു സംഭവമുണ്ട്. പിണറായി വിജയൻ ആദ്യം കാണാൻ പോയത് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയാണ്. ആ ഉമ്മൻചാണ്ടി പോലും അതിശയിച്ചു പോയി, ഇയാളെന്തിന് എന്നെ കാണാൻ പറഞ്ഞു? ഉള്ള ദ്രോഹം മൊത്തം ചെയ്ത് നിയമസഭയ്ക്കകത്ത് അയാളെ ഇനി പറഞ്ഞാക്ഷേപിക്കാൻ സരിത കേസുമായിട്ട് ബന്ധപ്പെടുത്തി, സരിത എന്ന് പറയുന്ന യുവതിയുമായി ബന്ധപ്പെടുത്തി അയാളുടെ കരിയർ നശിപ്പിക്കത്തക്ക രീതിയിൽ കുളം തോണ്ടിയിട്ട് ഇതെല്ലാം ചെയ്തിട്ട് എന്നെ എന്തിന് ഇയാൾ കാണാൻ വരണം എന്ന് മൂക്കത്ത് വിരൽ വെച്ച് നോക്കിയ ഉമ്മൻചാണ്ടിക്ക് ഇതിന് അദ്ദേഹം മറുപടി പിന്നീട് പറഞ്ഞത്, അദ്ദേഹത്തിന് അന്ന് ഞാൻ കാണാൻ പോയത് അദ്ദേഹത്തിലെ ഭരണകർത്താവിനെ, അദ്ദേഹം മരണപ്പെട്ട ശേഷം എന്തുകൊണ്ട് അന്ന് ഞാൻ കാണാൻ പോയപ്പോൾ എന്നെ വിമർശിച്ചു പലരും, അദ്ദേഹത്തിൽ ഒരു ഭരണാധികാരിയുണ്ട്, ആ ഭരണാധികാരിയെ എനിക്ക് ഇഷ്ടമായിരുന്നു എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. ഇപ്പൊ വേണമെങ്കിൽ പറയും ഞാൻ പറഞ്ഞില്ല എന്ന് പറയും. കാര്യം ഇപ്പൊ ഈ കേസ് വിഴിഞ്ഞ് നിൽക്കുന്നുണ്ട് പറയും. അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ, പിന്നെ താത്വിക അവലോകനമാകുമ്പോൾ, അല്ലെങ്കിൽ പറഞ്ഞില്ല. ഇപ്പൊ EMS കുറിച്ച് നിങ്ങൾക്കറിയോ? EMS ഇന്നൊരു എൻ്റെ അറിവിലാണ്, എൻ്റെ ഈ പ്രായത്തിലേക്ക് EMSന്റെ പല പ്രസംഗങ്ങളും പല സ്റ്റേറ്റ്മെന്റുകളും ഞാൻ കേട്ടിട്ടുണ്ട്. EMS ഇന്ന് പറയും ലീഗ് പിന്നെ ചെറിയ വിക്കുള്ള ആളാണ്, ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്നിങ്ങനൊരു വാക്ക് പറയും. നാളെ പത്രക്കാർ ചോദിക്കും ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് സഖാവ് പറഞ്ഞല്ലോ, അപ്പോൾ EMS പറയും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ലീഗിന് അപ്പോൾ ഒരു ഡെഫിനിഷൻ അങ്ങ് പറയും, ലീഗിന്റെ സ്വഭാവം ഇന്നതാണ്, അതുകൊണ്ട് അങ്ങനെ പറയാതിരിക്കാം. ഇതാണ് EMSന്റെ സ്റ്റേറ്റ്മെന്റ്. അതുപോലെ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഒരു താത്വികമായ അവലോകനത്തിന്റെ ഭാഗമായി പറഞ്ഞത് മാറ്റി പറയാം. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. നിശബ്ദമായി ഉമ്മൻചാണ്ടിയെ പിണറായി വിജയൻ അംഗീകരിച്ചത് കൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ കാണാനായി അവിടെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭരണകാലത്ത് പോയത് എങ്കിൽ, ശേഷം ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ വിഴിഞ്ഞത്ത് ഉമ്മൻചാണ്ടിയുടെ എഫേർട്ട് തന്നെയാണ്. അതിനിപ്പോൾ ഇവർ എത്ര മൂടി വെച്ചാലും ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയെ എന്തുകൊണ്ട് കേരള ജനത ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു വെച്ചാൽ, അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ ഞാനൊരു സംഗതി, ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ ജനമുന്നേറ്റ യാത്രയായിരുന്നില്ലേ ഉമ്മൻചാണ്ടിയുടെ യാത്ര? ജനസമ്പർക്ക പരിപാടിയായിരുന്നു. ഈ ജനസമ്പർക്ക പരിപാടിയിൽ അദ്ദേഹത്തിന് കിട്ടിയ പല ആപ്ലിക്കേഷനുകളും, അദ്ദേഹത്തിന് കിട്ടിയ പല അപേക്ഷകളും അദ്ദേഹം അപ്പോൾ തന്നെ തീർപ്പ് കൽപ്പിച്ച ഒരാളാണ്. അന്ന് ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ചോദിച്ചു, അല്ലെങ്കിൽ ഇവിടെയുള്ളവർ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ പിന്നെ ഈ ഉദ്യോഗസ്ഥരെ വെച്ച് എല്ലാം അങ്ങ് മുഖ്യമന്ത്രിക്ക് ചെയ്തുകൂടായിരുന്നു? ശേഷം ഈ കാലങ്ങൾ ഇത്രയും കഴിഞ്ഞ് ചെടിച്ചട്ടി മാറി തലക്കടിച്ച് പാവം യൂത്ത് കോൺഗ്രസ് പയ്യന്മാർ പിന്നെ ആശുപത്രിയിൽ നിന്ന് ഇതുവരെയും കിടക്ക വിട്ടിട്ടില്ല. വനിതാ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ്സുകാർ പോലും പല വനിതാ പ്രവർത്തകരും ഇറങ്ങിയിട്ടില്ല. ആ പ്രക്രിയയിൽ അന്ന് വാങ്ങിവെച്ച
പിന്നെ സ്കൂളിന്റെ മതിൽ വരെ ഇടിച്ച് അദ്ദേഹത്തിന് ഇരിക്കാൻ വേദി ഒരുക്കുക. ആ അദ്ദേഹത്തിന്റെ യാത്ര, അദ്ദേഹത്തിന്റെ നവകേരള യാത്ര, ഈ നവകേരള യാത്രയിലെ ഒരു പേപ്പർ പാർട്ടിക്കാരന്റെ അല്ലാത്തത് ചെയ്തതായിട്ട് നിങ്ങൾക്കറിയാം? ചെയ്തിട്ടില്ല ആണല്ലോ. അപ്പൊ അവിടെയാണ് ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ആ ഉമ്മൻചാണ്ടിയെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ, മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു നല്ല കാര്യം പ്രാവർത്തികമാക്കണം. അതാണ് രാഷ്ട്രീയം പ്രജിത. കാര്യം ഈ പറയുന്ന പോലെ ഈ ഫലകമിട്ടു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹം അന്ന് ആ വേദിയിൽ പറഞ്ഞെന്താണ്? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അദാനിയുടെ കൂടെ നിന്ന് ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്നത്. കാര്യം പിന്നെ എന്താ പറയുക, മൂരാച്ചികളെന്നും അങ്ങനെയെന്നും ഇങ്ങനെയെന്നൊക്കെ പറയുകയും വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ നടക്കില്ല. അതുകൊണ്ട് കാലത്തിനകത്ത് ഒരു മാറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഇത് ചെയ്തത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ നമുക്ക് പറയാം, എങ്കിലും ഈ സംസാരം അവസാനിക്കാൻ പറ്റും. കെ വി തോമസിന് മാറ്റുമെന്ന് വെച്ചാൽ ഇല്ല എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, കെ വി തോമസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല സംയോജകനാണ്. ഒരു പാർട്ടി ഇപ്പോൾ ഒരു പരിപാടിയാണെങ്കിൽ ആ പരിപാടിയുടെ കോർഡിനേറ്റർ എന്ന് പറയുന്ന പോലെ. എന്തുകൊണ്ട് കോർഡിനേറ്റർ ആയിട്ടില്ല, ഇങ്ങനെ ഒരു കോർഡിനേറ്റർ ആയിട്ടില്ല? ഇപ്പൊ കെ കരുണാകരൻ എങ്ങനെയാ കെ വി തോമസിനെ കൊണ്ടുവന്നെന്നറിയോ? കെ വി തോമസിന് കെ കരുണാകരൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചില നടക്കാത്ത കാര്യങ്ങൾക്ക് കെ വി തോമസിനെ പോലെ ഉള്ള അതിനൊരു പ്രത്യേക മെയ്വഴക്കം വേണം. ഒരു ഇരട്ടപ്പേരുണ്ട്. പറഞ്ഞോളൂ. തിരുതത്തോമ നിങ്ങൾ കൊച്ചിക്കാർക്ക് നന്നായിട്ട് അറിയാം. ഈ തിരുതത്തോമയെ എന്തിനാണ് കെ കരുണാകരൻ കൂടെ കൂട്ടിയെന്ന് വെച്ചാൽ, കെ കരുണാകരനെ പോലെ ഇത്രയും ദീർഘവീക്ഷണമുള്ള ഒരാളില്ല. അന്ന് അദ്ദേഹത്തിന് പല കാര്യങ്ങളും നേടാനായിട്ട് ഈ മെയ്വഴക്കം ആവശ്യമുണ്ടായിരുന്നു. ആ മെയ്വഴക്കം മറക്കാത്ത ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അത് ഓർത്ത് വെച്ചാണ് ഡൽഹിയിൽ ഇത്തരത്തിൽ പിന്നെ എനിക്കത് പറയാൻ, ആ പേര് പറയാൻ അറപ്പുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ശരിക്കും ഒരു സംയോജകൻ എന്ന് ഞാൻ പറഞ്ഞത് മറ്റൊരു മനസ്സിലായല്ലോ, അതെ അതെ. അപ്പൊ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ മകളുടെ കേസ് പിന്നെ SFIO അന്വേഷണം ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്നു. ഡൽഹിയിലെ വഴികൾ പോലും നേരെ പിണറായി വിജയൻ അറിയില്ല. ഡൽഹിയിൽ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ അടുത്ത വഴി ഏതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അത്ര വലിയ വലിയ വഴികളും അങ്ങനെ വലിയ കെട്ടിടങ്ങളുടെ ഇടയിൽ, ബഹുനില കെട്ടിടങ്ങളുടെ ഇടയിൽ പിണറായി വിജയൻ വെക്കുന്ന ആൾക്ക് ഒന്ന് KK രാഗേഷിനെ പറഞ്ഞു വെച്ചാൽ ഒന്നും നടക്കില്ല. ഞാനത് ഇത് അദ്ദേഹത്തിന്റെ ആ പേര് പറഞ്ഞത് ചേട്ടൻ പറഞ്ഞല്ലോ, ഒരു സംയോജകനാണെന്ന്. അദ്ദേഹത്തിന്റെ ഒരു നയതന്ത്രം പറഞ്ഞല്ലോ, അദ്ദേഹം കിച്ചൺ ക്യാബിനറ്റ് ആ ഒരു കാര്യത്തിലൂടെ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പിണറായിക്കുള്ള പല വഴികളും ചെയ്തു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ ഈ പറയുന്ന നിർമ്മല സീതാരാമനെ ഡൽഹിയിൽ കാണാൻ പോയത്. അപ്പൊ നമ്മൾ പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് പുട്ടും കടലയും ഉണ്ടായിരുന്നു, ദോശയും ഇഡ്ഡലിയും ഉണ്ടായിരുന്നു എന്ന് പറയും. അതാണ് തോമ. അപ്പൊ അങ്ങനെയുള്ള തോമയെ തെറിപ്പിച്ചാൽ പിണറായി വിജയന് ഈ മകളുടെ SFIO കേസ് ഉള്ളിടത്തോളം കാലം പിന്നെ തുടർന്ന് അദ്ദേഹത്തിന്റെ ലാവലിൻ കേസുണ്ട്, ഇങ്ങനെയുള്ള പല കേസുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് ആ കൂടിക്കാഴ്ചക്ക് വഴി ഉണ്ടാക്കിയതാരാ? ഇദ്ദേഹമാണ്. പിന്നെ ഹൈക്കോടതിയിൽ ഏറ്റവും നല്ല വക്കീലന്മാരെ കൊണ്ടുവരണം. ഇപ്പൊ തന്നെ സ്റ്റേ വന്നു. ഇപ്പൊ പറയുന്നത് ഈ ഒറ്റ പറച്ചിലേ ഉള്ളൂ. എന്താണ് ഈ സംഭവത്തിൽ പിന്നെ ഇപ്പോൾ വെക്കേഷനാണ് ഹൈക്കോടതിക്ക്, അല്ലെങ്കിൽ കോടതികൾക്ക് വെക്കേഷൻ ആണെന്ന് പറയും. പക്ഷേ അതിനും ഒരു ഉത്തരവ് വരണമെങ്കിലും ആരെങ്കിലും ഒക്കെ വേണ്ടേ? അദ്ദേഹത്തിന്റെ ഈ SFIOയുടെ അന്വേഷണത്തിലൊക്കെ ഇത്ര കണ്ട് ഇടപെടാനായിട്ട് തോമസ് മാഷിന് കഴിയുമോ? അത് ഈ പറയുന്ന പോലെ ഞാനോ നിങ്ങളോ പറയുന്ന പോലെ അല്ല. തോമസ് മാഷിന് കഴിയോ ഇല്ലയെന്ന് ചോദിച്ചാൽ കഴിയുമെന്ന് പിണറായി വിജയൻ അറിയാവുന്നതുകൊണ്ടാണ് പിണറായി വിജയനെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴും പാർട്ടിയുടെ ഉടുപ്പ് മാറ്റിയിട്ടില്ല, പാർട്ടി സെക്രട്ടറി ആണെന്ന് പറയുകയാണെങ്കിലും അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ നമ്മുടെ വളരെ വലിയ വ്യക്തിത്വങ്ങളായിട്ടുള്ള പലരും പറഞ്ഞിട്ടുള്ള നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആണെന്നാണ്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. ആ കൂടിക്കാഴ്ച നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ച ആറിലേക്കറെ കൊണ്ടുപോയി. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന ഗവർണർമാരെ എല്ലാം വിളിച്ച ബുദ്ധി അവർ പക്ഷേ ബുദ്ധിപരമായിട്ട് ഒഴിഞ്ഞു മാറി. മകളെയും ചെറുമകനെയും ഭാര്യയൊക്കെ ആയിട്ട് വിഴിഞ്ഞം കാണാൻ പോയി. ഇങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ കേസ്, ലാവ്ലിൻ കേസ്, ഇതെല്ലാം മാറ്റി കൊണ്ടുപോകുന്നത്. ഇതിനൊക്കെ അദ്ദേഹത്തിന് ഒരാളെ വേണം. അല്ലാതെ തിരുതത്തോമയ്ക്ക് പിന്നെ ഇത്രയും ലക്ഷം തലയ്ക്ക് ഓളം ഉണ്ടോ ഇങ്ങനെ ചുമ്മാ കൊടുക്കാൻ? തലയ്ക്ക് ഓളമൊന്നുമില്ല. പിണറായി വിജയൻ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? പക്ഷേ പിണറായി വിജയൻ എന്ത് വിചാരിക്കുന്നു എന്നുള്ളതല്ല, പിണറായി വിജയൻ എന്തായിരുന്നു എന്നുള്ളത് ഇക്കാലം വരെ അറിയാം. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട്. BJPക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇവിടെ വന്നിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിലും BJP മുന്നേറുക തന്നെ ചെയ്യും. അപ്പോൾ ഈ പറയുന്നത് പോലെ ഡൽഹിയിൽ അവിടെ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനസമാധാനം കാശ് കൊടുത്താൽ എന്തായാലും കിട്ടില്ലല്ലോ. അപ്പോൾ പിണറായിക്ക് ഒരു മനസമാധാനത്തിന് അവിടെ ആളെ ഇരുത്താം.
ഈ പറഞ്ഞതുപോലെ വലിയ കാര്യമായിട്ടുള്ള ഒരു നീക്കുപോക്കൊന്നും ഇനിയുള്ള കാലയളവിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഒരു 10 മാസം കൂടി തിരുവത്തോമ അവിടെ ഉണ്ടാവും. അതെ, തിരുവത്തോമയ്ക്ക് എന്താവും എന്നുള്ളത് അതെ, നോക്കിയിരിക്കേണ്ടി തിരുവത്തോമ അവിടെ ഉണ്ടാവും. അദ്ദേഹം ചെയ്യേണ്ട കർമ്മങ്ങൾ അദ്ദേഹം ചെയ്തില്ലെങ്കിലും അതിന്റെ റിപ്പോർട്ട് നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ റിപ്പോർട്ട് നമ്മുടെ മേലധികാരി കൊടുക്കേണ്ടി വരുമല്ലോ. സാർ ഞാൻ പോയി കടയിൽ പോയി അരി വാങ്ങിച്ചു എന്നും അദ്ദേഹം എഴുതി കൊടുക്കും. സാർ ഞാൻ അരി വാങ്ങിച്ചു, ദോശ ചുട്ടു, കടലക്കറി ഉണ്ടായിരുന്നു. ഇങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യാനായി ഡൽഹിയിലെ വീഥികളെങ്കിലും ആ വഴികളെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയാനും നല്ല വക്കീലന്മാരെ പിടിക്കാനും തോമസ് മാഷിനെ തിരുവത്തോമയെ അദ്ദേഹം തൽക്കാലത്തേക്ക് മാറ്റില്ല.